Hello everyone, Dr. Arvind Nandeshwar here. വെൽക്കം ബാക്ക് ടു ഫൈനാൻഷ്യൽ തിയറി. നമ്മൾ വീഡിയോ ചെയ്തിട്ടൊരു 2-3 ആഴ്ച ആയിട്ടുണ്ട്, ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ തിരിച്ചു വരവിൽ നമ്മളൊരു ഉശിരൻ സാധനം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് ട്രേഡിങ്ങിനുള്ള ഒരു ബ്യൂട്ടിഫുൾ അനദർ സ്ട്രാറ്റജി കൊണ്ടാണ് ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത്. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവാൻ പോകുന്നത് ഓപ്ഷൻ ബയേഴ്സിനാണ്. ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ ബാക്ക് ടെസ്റ്റഡ് റിസൾട്ട് ഇൻ പെർസെൻറ്റേജ് ആണ് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത്. ആൻഡ് ഇതിൽ കുറച്ച് ഹ്യൂജ് നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. ഡെഫിനറ്റ്ലി 200-300% ഒക്കെ ഉണ്ടാവാം. അതെങ്ങനെ സാധിക്കും, ഈ സ്ട്രാറ്റജി എങ്ങനെ യൂസ് ചെയ്യാം, ആൻഡ് ഇത് പ്രാക്ടിക്കലി നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഈ സ്ട്രാറ്റജിക്ക് തന്നെ പല രീതിയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പല സമയത്ത് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ലെങ്തി ആയിരിക്കും വീഡിയോ. സോ ദിസ് ഈസ് പാർട്ട് 1. ഞാൻ 2 പാർട്ടായിട്ട് വീഡിയോ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. സോ പാർട്ട് 1 ഓഫ് ദ വീഡിയോ ഇതിൽ ആവശ്യമുള്ള സ്ട്രാറ്റജീസും ബേസിക് ആയിട്ടുള്ള എലമെന്റ്സും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടാവും. പാർട്ട് 2-വിൽ നമ്മൾ ഇതിനെങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാം, മറ്റെന്തെല്ലാം രീതിയിൽ ട്രേഡ് എടുക്കാം എന്നുള്ളതും കൂടെ പാർട്ട് 2-വിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ സ്ട്രാറ്റജിയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. നമ്മൾ 915trade.com വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ ഫേവറേറ്റ് ഓപ്ഷൻസ് ട്രേഡിംഗ് ടൂളാണ് ഇപ്പോൾ. സോ ഇവിടെ വന്നിട്ട് ഹിസ്റ്ററി ചാർട്ട്സിൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിരിക്കുകയാണ്. ആൻഡ് ഐ ഹവ് സെലക്ടഡ് എ റാൻഡം ഡേറ്റ്. ഒരു സെപ്റ്റംബർ 16 ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ സെപ്റ്റംബർ 16 എങ്ങനെ ട്രേഡ് എടുക്കാമായിരുന്നു, എന്താണ് ഈ സ്ട്രാറ്റജി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സ്പോട്ട് ക്യാൻഡിൽസിൽ, ഓക്കെ, സോ ഈ വിൻഡോ എങ്ങനെ വരുന്നു, ഇവിടെ തേർഡ് ക്വാഡ്രന്റിൽ നിഫ്റ്റി സ്പോട്ട് ക്യാൻഡിൽസ് ഉണ്ടാവും. ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ അത് എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ കിട്ടും. ഓക്കെ, സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ക്യാൻഡിൽസിൽ ബ്ലൂ മാർക്കേഴ്സും പലതും കാണാം. ബ്ലൂ നിറത്തിലുള്ള ട്രയാങ്കിളും ഡോട്ടുകളും കാണാം. റെഡ് നിറത്തിലുള്ള ട്രയാങ്കിളും ഡോട്ടും എല്ലാം കാണാം. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബ്ലൂ മാർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ മാർക്കറ്റിൽ ആ സമയത്ത് ഒരു ബൈ പ്രഷറാണുള്ളത്, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് സാധ്യത. ആൻഡ് റെഡ് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ താഴേക്ക് വരാനാണ് മാർക്കറ്റ് അവിടെ സാധ്യത എന്നുള്ളതാണ്. ആൻഡ് അത് മാത്രം കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ മറ്റൊരു കാര്യം ഇവിടെയുള്ളത്, നമുക്ക് ഓപ്പണിംഗ് റേഞ്ച് ഹൈയും ലോയും അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസത്തെ രാവിലത്തെ 5 മിനിറ്റിൻ്റെ, അതായത് 9:15 മുതൽ 9:19 വരെ മാർക്കറ്റ് ഓപ്പണിംഗ് റേഞ്ച് ഹൈയും ലോയും എവിടെയാണ് നിൽക്കുന്നത്, ആദ്യത്തെ 5 മിനിറ്റ് മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്ട്രാറ്റജി അവർ ഡിവൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ 9:15 മുതൽ 9:19 വരെയുള്ള ഓപ്പണിംഗ് റേഞ്ചിന്റെ ഹൈയുടെ മുകളിലേക്ക്, അതായത് ബൈ പ്രഷറോടെ ഹൈയുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കോൾ എൻട്രി എടുക്കാം, അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. സെൽ പ്രഷറോടെ ഓപ്പണിംഗ് റേഞ്ചിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ, ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പുട്ട് ഓപ്ഷനും എൻട്രി എടുക്കാം എന്നുള്ളതാണ് സ്ട്രാറ്റജി. സോ സിമ്പിൾ ആണ്. ഇത് സ്ട്രാറ്റജിയുടെ ഏറ്റവും ബേസിക് ആണ്. ഇതിന്റെ തന്നെ 2-3 മോഡിഫിക്കേഷൻസ് ഉണ്ട്, ഞാൻ പിന്നീട് പറയാം. സോ സെപ്റ്റംബർ 16 നമുക്ക് നോക്കാം. സെപ്റ്റംബർ 16 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ മാർക്കേഴ്സ് വരുന്നത് 9:20 ഓക്കെ, അപ്പോഴത്തേക്ക് ഓപ്പണിംഗ് റേഞ്ച് ഡിഫൈൻഡ് ആണ്. ആൻഡ് ബ്ലൂ 9:20 മാർക്കർ വന്നു. അപ്പോൾ 9:21 നമ്മൾ ആ ക്യാൻഡിൽ കാണുക. അതായത് 9:20 ബ്ലൂ മാർക്കർ വന്നിട്ടുണ്ട് എന്നുള്ളത് 9:21 നമുക്ക് കാണാൻ പറ്റുള്ളൂ. 1 മിനിറ്റിന്റെ ഡിലേ ഉണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ. ഓക്കെ, കാരണം ഡേറ്റ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ട് നമ്മളെ കാണിക്കണം. സോ അതിന്റെ 1 മിനിറ്റ് ഏകദേശം 15 സെക്കൻഡോളം ഡിലേ ഉണ്ട്. അപ്പോൾ 9:21 നമുക്ക് ഒരു കോൾ ഓപ്ഷൻ എൻട്രി എടുക്കാം. കാരണം 9:20 നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. അല്ല, നിങ്ങൾക്ക് കൺഫർമേഷൻ വേണമെങ്കിൽ 9:21 ഈ ഓപ്പണിംഗ് റേഞ്ചിന്റെ മുകളിലായിട്ട് ഇത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്, 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 9:22 പോലും ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. നമ്മൾ കോൾ ഓപ്ഷൻ എൻട്രി എടുക്കേണ്ടത് പ്രിഫറബിളി ATM ആയിട്ടുള്ള സ്ട്രൈക്കാണ്. അതായത് 25,100. ഇവിടുത്തെ കേസ് 25,100 150 ആവാം. നമുക്ക് 150 കോൾ ഓപ്ഷൻ എടുത്തു എന്ന് വിചാരിക്കാം. 25,150 കോൾ ഓപ്ഷൻ നമ്മൾ 9:22 എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 25,100 റേഞ്ചിലായിരിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു സെൽ പ്രഷർ എവിടെയെങ്കിലും വരണം, അറ്റ്ലീസ്റ്റ് ബൈ പ്രഷർ റിമൂവ് ആവുമെങ്കിലും വേണം. ബൈ പ്രഷർ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നെങ്കിലും നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് ഇവിടെ എത്തിയപ്പോൾ 9:33, 34 ഒക്കെ എത്തിയപ്പോൾ നമുക്ക് ആ ബൈ പ്രഷർ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് മാർക്കറ്റ് താഴേക്ക് വരുന്നില്ല, അതുകൊണ്ട് അവിടെയും നിങ്ങൾ എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ ബൈ പ്രഷർ പോയിട്ടുണ്ട്. സോ നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുക. മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് 9:40 ആയപ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ബൈ പ്രഷർ വരുന്നുണ്ട്. ആ ബൈ പ്രഷർ കണ്ടിന്യൂ ചെയ്തിട്ട് ഇതേ അവസ്ഥയിൽ വീണ്ടും ഇടയ്ക്ക് മിസ്സായെങ്കിലും നമുക്ക് 25,150, 160 റേഞ്ചിലേക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എപ്പോഴും ആദ്യം വേണ്ടത് നമ്മൾ എൻട്രി പ്രൈസിൽ നിന്ന്, അതായത് എവിടെയാണ് എൻട്രി പറയുന്നത് അതിൽ നിന്ന് ഏകദേശം ഒരു 40 to 45 പോയിന്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്തായാലും വേണ്ടത്. 40 പോയിന്റ് റേഞ്ചിലാണ്.
അതായത് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഏകദേശം 9:22 25,115 to 120 റേഞ്ചിലാണുള്ളത്. അപ്പോൾ 150, 55 റേഞ്ചിലാണ്, 55 to 60 റേഞ്ചിലാണ് നമുക്ക് ടാർഗറ്റ് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 9:59 ക്യാൻഡിന് 157 എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഈസി ആയിട്ട് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി. ഇനി ഇതേപോലെ ഓപ്പണിംഗ് റേഞ്ച് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, സെൽ പ്രഷറോട് ഓപ്പണിംഗ് റേഞ്ച് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത എൻട്രി എടുക്കാന്നുള്ളതാണ്. ആൻഡ് ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ കാണിച്ച പോർട്ട്ഫോളിയോ, അതായത് P&L, ഓക്കെ, നേരത്തെ കാണിച്ച P&L ഇന്നത്തെ ദിവസം ഒരു ഫുൾ റൈഡ് കിട്ടിയിട്ടില്ല, ആകെ കിട്ടിയിരിക്കുന്ന ഒറ്റ ട്രേഡിലായിരിക്കും. ഓക്കെ, ഒറ്റ ട്രേഡേ ഉണ്ടാവുള്ളൂ അന്നത്തെ ദിവസം. ഞാൻ ഈ ഫുൾ റൈഡ് അവസാനം 25,250 വരെയുള്ള റൈഡ് കിട്ടാനുള്ള കാര്യമല്ല നിങ്ങളോട് പറയുന്നത്, അങ്ങനെ കിട്ടുന്നില്ല. പക്ഷെ അതില്ലാതെ പോലും വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച ബാക്ക് ടെസ്റ്റഡ് ഡേറ്റ ഉപയോഗിച്ചിട്ടുള്ള P&L നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഓപ്പണിംഗ് റേഞ്ച് ലോ സെൽ പ്രഷറോടെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ദിവസത്തെ ക്യാൻഡിലും കൂടെ നമുക്ക് കാണാം, ട്രേഡ് കാണാം. സോ ഞാൻ അതിന് സെപ്റ്റംബർ 22 എടുത്തിരിക്കുകയാണ്. സെപ്റ്റംബർ 22 രാവിലെ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ബൈ പ്രഷറോടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബൈ പ്രഷറോടെ ഓപ്പണിംഗ് റേഞ്ച് ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് നമുക്ക് 40 പോയിന്റ്സ് അവിടെയും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഉച്ച കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള ട്രേഡിൽ വരുമ്പോഴത്തേക്കും ഏകദേശം 2:35 സമയത്ത് നമുക്ക് മാർക്കറ്റ് ബെയറിഷ് ആവുന്നത് കാണായിരുന്നു. ആൻഡ് അവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽ പ്രഷറും വന്നിട്ടുണ്ട്. ആ സെൽ പ്രഷർ വരുമ്പോൾ ഓപ്പണിംഗ് റേഞ്ച് ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് 2:37 നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നു, അത് നമ്മൾ 2:38 കാണുക. അതിന് 2:38 കണ്ടിട്ട് നമുക്ക് കൺഫർമേഷൻ ആയിട്ട് ചെയ്താൽ മതി. ഇനി 2:38 നിങ്ങൾക്ക് പച്ച ക്യാൻഡിൽ ആണ്, അതുകൊണ്ട് കൺഫർമേഷൻ ഇല്ല, വെയിറ്റ് ചെയ്തോളൂ. 2:39 കാണാം, 2:39 റെഡ് ക്യാൻഡിൽ വന്നു, അത് 2:40 കാണാം. 2:40 നമ്മളൊരു എൻട്രി എടുത്താലും ഈസി ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, ഏകദേശം 40 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. സോ ഇവിടുത്തെ നമ്മുടെ എൻട്രി ഓപ്പൺ ഏകദേശം 25,210 ആണ്. അതായത് ഏകദേശം 25,150 റേഞ്ചിലേക്കാണ് വരേണ്ടത്. അടുത്ത ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ 50 പോയിന്റ് നിഫ്റ്റി താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇവിടെ നിങ്ങൾ എടുക്കേണ്ട സ്ട്രൈക്ക് എന്ന് പറയുന്നത് പ്രിഫറബിളി ATM ആണ്, അറ്റ് ദ മണിയാണ്. അതായത് 25,200 പുട്ട് ഓപ്ഷൻ ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഈ സ്ട്രാറ്റജി ഇൻ സിമ്പിൾ വേർഡ്സ്. അപ്പോൾ സ്ട്രാറ്റജി എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? ജനറലി ബൈ പ്രഷർ വരുന്നു, ഓപ്പണിംഗ് റേഞ്ച് ഹൈ ബ്രേക്ക് ചെയ്യുന്നു, കോൾ എൻട്രി. സെൽ പ്രഷർ വരുന്നു, ഓപ്പണിംഗ് റേഞ്ച് ലോ ബ്രേക്ക് ചെയ്യുന്നു, പുട്ട് എൻട്രി. ആൻഡ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്രിഫറബിളി വെക്കേണ്ടത് ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് ഉടനെ ഒരു സെൽ പ്രഷർ വരുന്നുണ്ടെങ്കിൽ, കോൾ പ്രഷർ ബൈ പ്രഷർ മാറി ഒരു സെൽ പ്രഷർ വരുന്നുണ്ടെങ്കിൽ ഉടനെ എക്സിറ്റ് ആണ്. ആൻഡ് സെൽ പ്രഷർ നമ്മൾ കണ്ടിട്ട് പുട്ട് ഓപ്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചൊരു ബൈ പ്രഷർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രിഫറബിളി തൊട്ട് മുകളിലുള്ള സ്ട്രൈക്ക് പ്രൈസ്, അതായത് 25,130 നമ്മളൊരു കോൾ എടുക്കുന്നതെങ്കിൽ, പുട്ട് ഓപ്ഷൻ എടുക്കുന്നതെങ്കിൽ 25,150 റേഞ്ചിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ സ്വിംഗ് ലോ സ്വിംഗ് ഹൈ എല്ലാം നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. അതിനനുസരിച്ച് അതെല്ലാം നമ്മുടെ യുക്തി പോലെയാണ്. സോ അതിനനുസരിച്ച് നോക്കുമ്പോൾ പലപ്പോഴും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്, ചില ട്രേഡുകൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ മോർ ദാൻ 50% ട്രേഡുകൾ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പ്രോഫിറ്റബിൾ ആണ്. സോ സ്ട്രാറ്റജി ഇതുവരെ വളരെ സിമ്പിളാണ്. ആൻഡ് ഇതിൻ്റെ 2-3 മോഡിഫിക്കേഷൻസ് കൂടെ നമ്മൾ അടുത്ത പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ പാർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഈ പറഞ്ഞ ബാക്ക് ടെസ്റ്റഡ് ഡേറ്റ സത്യമാണോ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ ആരെയും വിശ്വസിക്കേണ്ട, നിങ്ങൾ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് 915trade.com-ൽ നിങ്ങൾ പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. അത് അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഹിസ്റ്ററി ചാർട്ട്സ് സെപ്റ്റംബർ, ഒക്ടോബർ ആൻഡ് അതിന് മുന്നത്തെ ഓഗസ്റ്റ്, ജൂലൈ എല്ലാ മാസങ്ങളിലും ബാക്ക് ടെസ്റ്റഡ് ഡേറ്റ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഹിസ്റ്ററി ചാർട്ട്സ് ഫ്രീലി അവൈലബിൾ ആണ്. ഈ മാർക്കേഴ്സും നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. പ്രൊഫൈൽസിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ മാർക്കേഴ്സും ഓപ്പണിംഗ് റേഞ്ചും എല്ലാം എനേബിൾ ചെയ്യാം. അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മതി. ഞാൻ കൺവിൻസ്ഡ് ആണ്, അതുകൊണ്ട് തൽക്കാലം ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ട്. P&L എന്നുള്ള രീതിയിൽ എനിക്കിത് പറയാൻ പറ്റില്ല, കാരണം ദാറ്റ് വിൽ ബി എഗെയിൻസ്റ്റ് സെബി റൂൾസ്. സോ ബാക്ക് ടെസ്റ്റ് ചെയ്ത ഡേറ്റ നിങ്ങൾ നോക്കുക. നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ ഡു നോട്ട് ഫോർഗെറ്റ് ടു കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. പാർട്ട് 2 ഓഫ് ദ വീഡിയോ വൈകാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ചാനലിൽ. സോ സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. പ്ലീസ് ഗിവ് us a like and support. Till we meet again, take care, Jai Hind and goodbye.